സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവും സംയുക്തമായി പുറപ്പെടുവിക്കാൻ നിശ്ചയിച്ചിരുന്ന സർക്കുലർ സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് തന്നെ ചോർന്നു പോകാനിടയായത് അത്യന്തം ഖേദകരമാണ്. ഇതിന്റെ മുഖ്യ സൂത്രധാരൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ ചാൻസലറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം കാവിൽ പുരയിടത്തിലച്ഛനാണെന്ന് അറിയുന്നു. സീറോ മലബാർ സഭാ സിനഡിൽ നടക്കുന്ന പല ചർച്ചകളുടെയും വിശദാംശങ്ങൾ വിമത വൈദികർക്ക് സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുത്ത് അവരെ പ്രകോപിതരും സമരസജ്ജരാക്കുന്നതും ഈ വൈദികനാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉള്ളതാണ്. വിമത വൈദികർക്കെതിരെയുള്ള വ്യാജരേഖ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടും അത് വിചാരണയ്ക്ക് വിടാതെ ഓരോരോ കാരണങ്ങൾ ഉന്നയിച്ച് പിടിച്ചു വെച്ചിരിക്കുന്നതിന് പിന്നിലും ഈ വൈദികന്റെ വക്രബുദ്ധിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്രകാരം രണ്ട് വെള്ളത്തിലും കാല് ചവിട്ടി തുഴയുന്ന ഈ വൈദികൻ നല്ല പിള്ള ചമഞ്ഞ മെത്രാൻ പട്ടം കരസ്ഥമാക്കാനുള്ള കഠിന പരിശ്രമത്തിലുമാണ്. മേജർ ആർച്ച് ബിഷപ്പ് തന്റെ സ്ഥാനാരോഹണ വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ കാവിൽ പുരയിടത്തിലച്ഛന്റെ മെത്രാൻ സ്ഥാന ലബ്ധിയെക്കുറിച്ച് പരോക്ഷമായി വിമർശിച്ചത് അദ്ദേഹത്തിന് ഏറെ ഉത്തേജന ഔഷധമാവുകയും ചെയ്തു. പരമരഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് എന്തിനാണ് അദ്ദേഹം സ്വന്തം ബാച്ചിൽപ്പെട്ട വൈദികരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തത്? അതുവഴിയാണല്ലോ ക്രൈസ്തവ വിഷൻ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെടാനിടയായത്. എറണാകുളം അതിരൂപതയിലെ ഫാദർ ബിജു പെരുമായനെ പോലെയുള്ള പല വിമത വൈദികരും ഉൾപ്പെടുന്നതാണല്ലോ കാവിൽ പുരയിടത്തിലച്ഛന്റെ സ്വന്തം ബാച്ച് എന്നത് പ്രത്യേകം സ്മരിക്കേണ്ടതാണ്. സഭാ സിനഡിന്റെ ഓൺലൈൻ സമ്മേളനം ചേരുന്നതിന് മുമ്പ് തന്നെ സർക്കുലർ ചോർത്തിക്കൊടുത്തുകൊണ്ട് വിമത വൈദികരെ ചൊടിപ്പിച്ച് അവരെ കൊണ്ട് പ്രതികരിപ്പിക്കുക എന്നതായിരുന്നില്ലേ കാവിൽ പുരയിടത്തിലച്ഛൻ ലക്ഷ്യം വെച്ചത്? ആ സംശയത്തെ ബലപ്പെടുത്തുന്ന തരത്തിലാണ് ജൂൺ 10 രാവിലെ ന്യൂസ് 18 ചാനലിലൂടെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ നടത്തിയ പ്രതികരണം. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് കണ്ടപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെയും സർവോപരി ഫാദർ അബ്രഹാം കാവിൽ പുരയിടത്തിലച്ഛന്റെ മുഖം രക്ഷിക്കാനുള്ള ഉപാധി എന്നോണമാണ് സിനഡ് പിതാക്കന്മാരെ പോലും ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുമ്പ് തന്നെ സർക്കുലറിന്റെ നക്കൽ ഔദ്യോഗിക രേഖയായി പ്രസിദ്ധീകരിക്കാൻ ഇടയായതെന്നാണ് മനസ്സിലാക്കുന്നത്. തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ ന്യായീകരിക്കാൻ പല സാഹചര്യങ്ങളും കാരണങ്ങളും ഫാദർ കാവിൽ പുരയിടം ചൂണ്ടിക്കാട്ടിയെന്ന് വരാം. ഉദാഹരണമായി മീഡിയ കമ്മീഷൻ അംഗങ്ങൾക്കായി താൻ നക്കൽ അയച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാതെ കയ്യബദ്ധം പറ്റി സ്വന്തം ബാച്ചിന്റെ ഗ്രൂപ്പിലേക്ക് വീണു പോയതാണ്. ഈ വക ന്യായീകരണങ്ങളൊന്നും തന്നെ അക്ഷന്തവുമായി ഈ അപരാധത്തെ മറക്കാനും പൊറുക്കാനും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. അതിനാൽ തന്നെ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിലെ എത്രയും വേഗം തന്നെ അദ്ദേഹം വഹിച്ചു വരുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് അടിയന്തരമായി ആട്ടി പുറത്താക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാത്ത പക്ഷം വിശ്വാസികൾ സംഘടിച്ച് മൗണ്ടിലെത്തി അദ്ദേഹത്തെ പിടിച്ചു കെട്ടുമെന്ന് ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. നിമിതപക്ഷത്തിനു വേണ്ടി പിശാശു ബാധിതനായ ഈ വൈദികാധമൻ കാട്ടിക്കൂട്ടിയ അപരാധം തീർത്തും അക്ഷന്തവ്യമാണെന്ന് പറയാതെ വയ്യ.